ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെ വീണ്ടും സമൃദ്ധമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് വീണ്ടും ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് കിടക്കാം. മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12:13 തിരുവചനങ്ങൾ. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടിയായിരുന്നു. ദേവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് ഒരുക്കമായിട്ട് യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ച ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ നമ്മളെല്ലാം തന്നെ നോമ്പ് ആചരിക്കുന്നത്. ഈ നോമ്പാചരണം ഒരു മരുഭൂമിയുടെ അനുഭവത്തിൻ്റെതിന് സമാനമാകണം, അല്ലെങ്കിൽ സഹായകമാകണം. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? എന്തിനാണ് യേശു മരുഭൂമിയിൽ പോയത്? മരുഭൂമിയുടെ ഏറ്റവും വ്യക്തവും ശ്രേതവുമായ സവിശേഷത എന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ്. മരുഭൂമിയിൽ അധികം ആളുകളൊന്നും ചെന്നിരിക്കത്തില്ല. നമ്മൾ പാർക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കും സാധാരണ ജനങ്ങൾ ചെന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ യേശുവിനെ കൊണ്ടുപോയതോ മരുഭൂമിയിലേക്കാണ്. നിയമാവർത്തനത്തിൽ പറയുന്നുണ്ട്, 30:12 പറയുന്നുണ്ട്, ശൂന്യത ഊരിയിടുന്ന മണലാരണ്യം. അവിടെ ശൂന്യതയാണ്, ഒന്നും തന്നെയില്ല എന്നും ബൈബിൾ വിശേഷിക്കുമ്പോൾ മരുഭൂമിയുടെ ഈ പ്രത്യേകതയ്ക്ക് ഊന്നൽ നൽകുന്നതായിട്ട് നമുക്ക് എഴുത്തുകാരൻ അല്ലെങ്കിൽ വിശുശേഷകൻ വരച്ചു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു പരാമർശമാണിത്. യേശു തൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഏകാന്തതയിൽ പിതാവിൻ്റെ ഹിതം തേടിയതും അത് നിവർത്തിക്കാൻ തന്നെ ഒരുക്കിയതും മരുഭൂമിയുടെ ഏകാന്തതയിലാണ്. തങ്ങളുടെ ആദ്യത്തെ പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി പൂർത്തിയാക്കിയ ആഹ്ലാദത്തോടെ തിരിച്ചെത്തിയ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ഈ ക്ഷണത്തിൻ്റെ സാഹചര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തിരക്കിൽ സുപ്രധാന കാര്യങ്ങൾ മറന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് എന്നും പ്രസക്തമായ ഈ ആഹ്വാനം നമ്മൾ യേശുവിൽ നിന്ന് കേൾക്കുന്നത്. വിശ്രമം എന്തെന്നറിയാതെ ഒരു ജീവിതം എന്ന നിലപാടും മനോഭാവം ഒരു വീണ്ടും വിചാരത്തിന് നമുക്ക് വിഷയമാക്കണം എന്ന് മരുഭൂമി നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. തിരക്ക് കൂടുന്നത് കൊണ്ട് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നും ചിന്തിക്കാൻ അല്പം സമയം നമ്മൾ മാറ്റിവെക്കണം. ഏകാന്തതയിൽ എന്നെ തന്നെ കണ്ടെത്താൻ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആസക്തികൾ, ഭയങ്ങൾ, ഉത്കണ്ഠകൾ എല്ലാം നേരിട്ട് കാണാൻ നമുക്ക് ശ്രമിക്കണം. അവയെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം നമുക്കുണ്ടാകണം. ഒരു വിജന സ്ഥലത്തേക്ക് വരുവിരുന്ന യേശുവിൻ്റെ ആഹ്വാനം നമ്മൾ വ്യക്തമായിട്ട് സ്വീകരിക്കണം. വിജന സ്ഥലം തേടി അകലെയെങ്ങും നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഉള്ളിലേക്ക് കടക്കുക, പുറംവാതിലുകൾ അടയ്ക്കുക, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, അവിടുത്തെ തിരുമുമ്പിൽ എന്നെ തന്നെ കാണാൻ വിലയിരുത്താൻ ശ്രമിക്കുക. നോമ്പ് കാലത്തിൻ്റെ മരുഭൂമി അനുഭവത്തിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ്. സ്വയം കണ്ടെത്തൽ, വിശകലനം, അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രതയും ബഹളത്തിലും തിരക്കിലൊക്കെ മാറി നിന്നുകൊണ്ട് ദൈവത്തോട് ഒന്നിച്ചായിരിക്കുക. അതിന് നമുക്ക് നോമ്പ് കാലം സഹായിക്കണം. നമുക്ക് ഏകാന്തതയിലേക്ക് കടക്കണം. വിജനമായത് സ്ഥലം നോക്കി അവിടെ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മളിൽ തന്നെ നമ്മളെ മനസ്സിലാക്കാനുള്ള സമയവും അതിൽ കൂടി നമുക്ക് ദൈവത്തിനെ കണ്ടെത്താനും നമ്മളിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ ദൈവത്തിനെ കണ്ടെത്താനും നമ്മളിൽ തന്നെ ഒരു വിജന സ്ഥലം ഉണ്ട് എന്ന് തിരിച്ചറിയുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സാധിക്കുമ്പോൾ യേശു വിജന സ്ഥലത്ത് പോയതുപോലെ വിളിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും മരുഭൂമിയിലേക്ക്, ആ വിജന സ്ഥലത്തിലേക്ക് വിളിക്കുന്ന ദിവസങ്ങളെ മുഴുവൻ തന്നെ തമ്പുരാൻ കർത്താവിന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നോമ്പുകാലം നമുക്കതിന് സഹായമായി തീരട്ടെ എന്ന്
പ്രാർത്ഥിക്കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവമേ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മരുഭൂമിയിലൂടെ അങ്ങ് പോയി ദൈവത്തിൻ്റെതായ സത്യങ്ങളെ, സുവിശേഷങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ ദൈവമേ ഞങ്ങളുടെ വിജയത്തിലേക്ക് ഞങ്ങളെ തന്നെ കണ്ടെത്താനും അതിലൂടെ ദൈവമേ അങ്ങേ തേടാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.